ഇന്നൊരു ഞണ്ട് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞണ്ട് നല്ലോണം ക്ലീൻ ആക്കി കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത്. അതിൻ്റെ കാലിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇന്നൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം എല്ലാം കൂടെ ചേർത്തും ചതച്ച് വെച്ചതാണ്. പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക. ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് കേട്ടോ ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം നല്ലോണം വഴണ്ട് കുറച്ചിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് മസാല ഇട്ട് മിക്സ് ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ആ പാലിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ലാസ്റ്റ് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞണ്ട് നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ 1ാം പാൽ കുറച്ചങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിലയും മുകളിലിട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വറ്റിച്ചെടുക്കുക. നല്ലോണം വറ്റി വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച് വെച്ച ഞണ്ട് കറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.